ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുറത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴം വരട്ടിയതാണ്. അതിൻ്റെ പഴങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴം വരട്ടിയെന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുള്ളവരും ഉണ്ടാവും. ചക്ക വരട്ടിയതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വരട്ടിയതാണ്. ഇവിടെ മിക്കപ്പോഴും ഉണ്ടാക്കി തരാറില്ല കേട്ടോ അമ്മ. ഇപ്പൊ പഴത്തിന് നല്ല വില കുറവൊക്കെയാണ്, അപ്പൊ എല്ലാവരും മേടിച്ച് ഉണ്ടാക്കാൻ നോക്കോ. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ പഴം തന്നെയാണ്. അപ്പൊ ഇത് ഒത്തിരി മൂത്തിട്ടില്ല, അധികം മധുരവും ഇല്ല. അപ്പൊ നമ്മള് എന്തായാലും കളയുണ്ടല്ലോ. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇതിന്റെ പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു. കാത്തോരം തിന്ന് ഞാൻ മടുത്ത്. അപ്പൊ ഞാൻ കാ പുഴുങ്ങിയത്, കാത്തോരൻ, എന്തൊക്കെയാണ് ഇവിടെ എനിക്ക് തന്നെ അറിയില്ല. കായിന്റെ കളിയാണിപ്പൊ. അപ്പൊ ഈ പഴം നമ്മുടെ പഴുത്തിട്ടുണ്ട്, പക്ഷെ ഇതിന് അധികം മധുരയില്ല, ഒരു ചവർപ്പ് പോലെയാണ്. ചവർപ്പല്ല, മധുരവും ഇല്ല. നമ്മൾ ചുമ്മാ എന്തോ തിന്ന പോലെ തോന്നും, പക്ഷെ മധുരം ഉണ്ട് താനും. അത്രക്ക് മധുരവും ഇല്ല, സാധാ പഴം മേടിക്കുന്ന അത്രയും മധുരവും ഇല്ല. അപ്പൊ മൂക്കാത്ത പോലെയാണ്. ഇത് ഒടിഞ്ഞു പോയൊരു വാഴയെ നമ്മൾ വെട്ടിയ പോലെ ആയതുകൊണ്ട് അധികം മൂത്തിട്ടില്ല. കണ്ടത് ഇതൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പഴങ്ങളുള്ളത്, ഇതൊന്നും മൂത്തിട്ടില്ല. നിൽക്കുമ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഇത് വെച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്ത് പഴം വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകും. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആദ്യം ചീനച്ചട്ടിയിൽ തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ അതെ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഒഴിക്കാൻ പോകാം മതി ഗൈസ്. ഇതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പഴത്തിനനുസരിച്ചുള്ള വെള്ളം മതി. അപ്പൊ ഞങ്ങൾ ഈ ചീനച്ചട്ടി തന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ചീനച്ചട്ടി ചെയ്താൽ നമുക്കൊരു ഹെൽത്തിന് നല്ലതാണത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈസ് പാൻ ഒക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ കൂടുതലുണ്ടായി കഴിച്ചാൽ നമുക്ക് ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ സംഭവത്തിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഈ ചീനച്ചട്ടിയിൽ നമ്മളിപ്പോ രാവിലെ ഒരു കറി ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ആകുമ്പോൾ അത് തിന്നാൻ കൊള്ളാത്ത രീതിയിലായി ചീത്ത സാധനം പോലെ ആയി പോകും. എന്നാന്ന് വെച്ചാൽ ചീനച്ചട്ടിയുടെ ചൊവ്വ വരും കേട്ടോ. അപ്പൊ അതിലും നല്ലത് നമ്മൾ അതിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് മാറ്റുന്നതാണ്. അപ്പൊ നമ്മള് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ വെച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം. ഇത് ചൂടാവട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് പഴം അരിഞ്ഞെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഇത്രയും പഴം എടുക്കുമ്പോഴേ നമുക്ക് അത്രയും വെള്ളം പോരാല്ലോ. ഈ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല, കാരണം എന്റെ റോസൊക്കെ ഇടണം. നമുക്ക് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ചുമ്മാ ഇങ്ങോട്ടൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതി, അളവൊന്നും വേണ്ട. വിട്ട് പോട്ടെ. ഇതൊന്നും എല്ലാം ഇതുപോലെ അരിയണം കേട്ടോ. ഇങ്ങനെ വേണമെന്ന് എല്ലാ അരിയത്തെ പീസ്. എത്ര എക്സ്പേർട്ടാന്ന് നിങ്ങൾ തന്നെ കാണും പീസ്. 4 പഴമൊക്കെ വെച്ച് മതി. ഇപ്പൊ പണി എളുപ്പമായി. നമുക്കിത് ഒന്ന് വിടിയിക്കണം. ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളക്കുന്നുണ്ട്. എടുക്കാൻ പാടാണ് ഈ പ്ലേറ്റിൽ. കുഞ്ഞിലുണ്ട് പഴം അരിയാത്ത പോലെ കിടക്കും. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വേഗം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ശർക്കരയുടെ പരിപാടി നോക്കട്ടെ ഗൈസ്. ഇതൊന്ന് വേഗണം. നമ്മുടെ ഈ പഴം ഒന്ന് വേഗട്ടെ. അപ്പൊ നമുക്ക് ഈ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഈ മണ്ണടപ്പാണ് ഈ ഇരുമ്പ് ചീനച്ചട്ടിയുടെ അടപ്പ്. കണ്ടില്ലേ കറക്റ്റ് ആയിട്ടിരിക്കണം. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്കൊന്ന് ഈ ശർക്കര ഇടാം. ഇത് പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതോടെ ഇട്ട് കൊടുത്താൽ മതി. ചൂടുണ്ട്. അയ്യോ, ആവി വറുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ശർക്കര കൂട്ടിട്ട് കൊടുക്കാം. അകത്തേക്കൊക്കെ ഇട്ട് കൊടുക്കാം. മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അലിയാനുള്ള തന്നെ സമയം പിടിക്കുമെന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം കുത്തി ഉടച്ചു കൊടുക്കാട്ടെ. പഴവും ശർക്കര ഇത് കണ്ടോ നല്ല ഇതായിട്ട് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി ഇങ്ങനെ പറ്റി വരണം, അന്നേരമാണ് ഇതിന്റെ പാകം. ഇപ്പൊ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ശർക്കര ഇപ്പൊ ഇത്ര ആയിട്ടോ, അത്രയും വലുത്. അതിന്റെ അടിയിലുണ്ടാ അതടുത്ത്
ഞാൻ എന്താണ് ശർക്കര അങ്ങനെ പൊട്ടിക്കാതെ ഇടണമെന്ന് പറഞ്ഞത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ശർക്കര ഇങ്ങനെ പൊട്ടിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ ഒപ്പം ഇങ്ങനെ അതിങ്ങനെ അലുത്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് നമ്മളിങ്ങനെ അരച്ച് പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു കിട്ടുമെന്ന് മാത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു രുചി കിട്ടില്ല. ഇതിനൊരു പ്രത്യേക രുചി, അത് വേറെ രുചി, ഇത് വേറെ രുചിയാട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം. ഇപ്പൊ കണ്ടോ അലിഞ്ഞു തന്നെ കണ്ടോ, ഇതുമായിട്ട് നല്ലോണം മനസ്സിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൊത്തി ശരിയാക്കാം. ഒരു 50 ഗ്രാമിന്റെ നെയ്യ് ഒഴിക്കുവാണ്. എന്താന്ന് വെച്ചാൽ നമ്മള് കുട്ടികൾക്ക് കഴിക്കാനാണല്ലോ, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇത് ചെയ്യുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം നെയ്യ് ഒഴിച്ചേക്കണ പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഈ നെയ്യും ഇതിന്റെ ഒപ്പം ഇങ്ങനെ വരണ്ട് വരണം. അപ്പൊ നമ്മുടെ ഐറ്റമിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ ഏലക്ക ഇടാം, ജീരകം ഇടാം. പക്ഷെ എനിക്ക് ഏലക്ക ഇഷ്ടമല്ല, അതുകൊണ്ട് ജീരകം ഇടുവാണ്. ഇത് പൊടിച്ചിടാം, പക്ഷെ കടിക്കാൻ കിട്ടുമ്പോൾ രസമല്ലേ. നോക്കാം, മൊത്തം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഏലക്ക ഇടാം, ജീരകവും ഇടാം, എന്താണ് ഇടാം. നമുക്കിത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും. നോക്കാം. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്, കൂടുതലിടരുത്, കരിഞ്ഞത്. നമുക്കിത് തേങ്ങ ചിരണ്ടി അടിച്ചിട്ടുണ്ട്. തേങ്ങ കൊത്തി വറുത്തൊക്കെ ഇടാൻ പറ്റും, അപ്പൊ ഇച്ചിരി നല്ലതാണ്. പക്ഷെ ഇതിപ്പൊ തന്നെ ഇവിടെ തീരും, അതുകൊണ്ട് നമ്മളിപ്പോ ചിരണ്ടി എടുക്കുവാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ വേഗം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്കിത് ഇതിന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ വേണേൽ കൊത്തി അരിഞ്ഞിട്ട് വറുത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം, നല്ലതായിരിക്കും. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്തിരി പാടാട്ടോ, ഇങ്ങനെ വന്നു ഇത് ഇളക്കാൻ ഇത്തിരി പാടാണ്. കാരണം നമ്മ ഇളക്കിക്കോ, ഞാൻ ഇളക്കിയ കൈയൊക്കെ പോകും. മറിച്ച് ഇച്ചിരി പാടാ കഴിച്ചു. കൊറേ കടല മിസ്സിസ് സൈനയാണ് നമ്മുടെ ചെയ്യുന്നത്. ഇളക്ക് 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 ഇളക്ക്. ആ നല്ലോണം ഇളക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ മര്യാദക്ക് വരത്തില്ല കൈ. എന്താ ഇളക്ക അമ്മ ഇളക്കണേ? വിട്ട് വരണം. നമുക്ക് വേണേ മറ്റേ കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമ്മൾ പിന്നെ കഴിക്കുക. ഓ പഴം ഗൈസ്, അപ്പൊ ഇത് ഏകദേശം വിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒത്തിരി ഇടിക്കുന്നില്ല. ഇത് ഇനിയും വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണം. അപ്പൊ ഞങ്ങള് ഇതെടുക്കാൻ പോവാണ്, എന്നിട്ട് എല്ലാവരും കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മള് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. പുകയൊക്കെ ആവി പറക്കുന്ന പഴം വരട്ടിയതാണ്. അപ്പൊ നമ്മുടെ ഇതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കൃഷിക്കാരനെ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ടോ? ഉള്ള പോലെ പറ. നെയ്യ് ഇത്തിരി കൂടി പോയി. പിന്നെ ഒരു പുളിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മൂക്കാത്ത പഴാണെന്ന്. വേറെന്താ? ഇച്ചിരി വരളാനുണ്ട്. വരണ്ട ഇത്രയും പോരെ. ഇച്ചിരി വിടിയിച്ചെടുക്കാൻ വേണമെങ്കിൽ നമ്മളിപ്പോ ഇത്ര ആക്കിയുള്ളൂ. തേങ്ങ നമ്മള് ലാസ്റ്റ് പീര പോലെ കിടക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. നമ്മൾ മുമ്പൊക്കെ ഉണ്ടാക്കി അത്രയും വന്നില്ല പക്ഷെ, അല്ലേ? മുന്തിരിങ്ങയൊന്നും ഇല്ലാത്തോണ്ട് ഇനി അടുത്ത നമുക്ക് പാച്ചനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ കൊറോണ വൈറസിനെ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പഴം വരട്ടിയത്. പഞ്ചാമൃതം പോലെ. എന്നാ പഞ്ചാമൃതം പോലെ. എന്നാലും ഒരു ടേസ്റ്റിന്റെ ഇതിനെ കുറിച്ചൊക്കെ പറ. നാക്കി ടേസ്റ്റ് ഒന്നും വരണില്ല. ജൈവത്തിന്റെ ഇനി അമ്മ കഴിക്കാം. ജലദോഷം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ജലദോഷം ടേസ്റ്റ് ഉണ്ട്. പുളിയുണ്ട്, നല്ല പുളിയുണ്ട്. നമുക്ക് ഇനി ഗ്രാൻഡ് മദറിന് കൊടുക്കട്ടെ. ഇനി അച്ചമ്മക്ക് കൊടുക്കാം. അച്ചമ്മ ഇത്തിരി അടുത്ത് കഴിച്ച് നോക്ക.
കയ്യിലെല്ലാം അങ്ങോട്ട് കഴിച്ചേ. അച്ഛമ്മ എപ്പോഴും പായസം കുടിക്കണ പോലെ എല്ലാം കഴിക്കണത്. എന്തീ കാണിക്കുന്നത്? പായസം അല്ല, ചക്ക വരട്ടി. പറ, കഴിക്ക്. അച്ഛമ്മ എന്നെ എല്ലാം കൊള്ളാന്നേ പറയുള്ളൂ. എന്നാ താങ്കൾ കഴിക്കൂ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയായിരിക്കും? മൂക്കാത്ത പഴയത് കാരണം കഴിച്ചോ നീ? കഴിച്ചതേ കണ്ടില്ല. നീ കൂടുതൽ കഴിക്കണം. ഞാൻ കണ്ടില്ല. പുളിയുണ്ടല്ലേ? എന്താ എക്സ്പ്രഷൻ പറഞ്ഞേ? പുളിയുണ്ട്. അത് കഴിച്ചോ. നല്ല പഴമാണ് ടേസ്റ്റ്. ഇച്ചിരി പഴുത്ത വേണമായിരുന്നു. മൂത്ത പഴാണെങ്കിൽ നന്നായിട്ട് മൂത്ത പഴ. പിന്നെ വാഴ ഒടിഞ്ഞു പോയിട്ട് നമ്മള് പറിച്ച പഴ ആയതുകൊണ്ട് മൂത്തിട്ടില്ല ഗൈസ്. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇടത്തിലുള്ളൂ. എല്ലാവരും പഴുത്ത പഴം വെച്ച് ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ബൈ.